പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ദൈവവചന പഠനത്തിൻ്റെ 9ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ ഇന്ന് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 8 ക്ലാസ്സുകളും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിപ്പാൻ ഇടയായി തീർന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മുതൽ 3-ാം അധ്യായം 16 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കുവാൻ കർത്താവ് കൃപ നൽകിയത്. കർത്താവിൻ്റെ എല്ലാ വിശ്വസ്തതകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. ഇന്ന് അവിടെ ഓൺലൈനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ വീക്ഷിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും ആത്മീയ വർധനയ്ക്കും കാരണമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും ക്ലാസ്സുകൾ മിസ്സായി പോകുന്നിട്ടുണ്ടെങ്കിൽ പഴയ വീഡിയോസ് നിങ്ങൾക്ക് എടുത്ത് റെഫർ ചെയ്ത് നോക്കാവുന്നതാണ്. കർത്താവ് നിങ്ങളെ ധാരാളം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് 3-ാം അധ്യായം 16-ാം വാക്യം കൊണ്ട് നമ്മൾ അവിടെ കൊണ്ട് നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമ്മൾ നിർത്തിയിരുന്നു. എന്നാൽ 16-ാമത്തെ വാക്യം വേഗത്തിലൊന്ന് നോക്കിയിട്ട് ഇന്നത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കുവാൻ ദൈവം കൃപ നൽകട്ടെ. ഞാൻ അതിൻ്റെ PPT ഷെയർ ചെയ്യാം. PPT കാണാമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമായിരുന്നു നമ്മൾ വായിച്ചത്. 16-ാമത്തെ വാക്യം ഇങ്ങനെയായിരുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന ഭാഗമായിരുന്നു നമ്മൾ വായിച്ച് അവിടെ കൊണ്ട് നിർത്തുവാനിടയായി തീർന്നത്. ഈ ഒരു ഭാഗം വേഗത്തിൽ ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ അതിൻ്റെ സമ്മറി മാത്രം ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ശ്രദ്ധിച്ചത് ഇതായിരുന്നു. ഈ വാക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു ദ ഡേഞ്ചർ ഓഫ് ഫെമിലാരിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞു അല്ലേ. നമ്മൾ സ്ഥിരം ഇത് പറയുന്നത് കൊണ്ട് പലപ്പോഴും ഇതിൻ്റെ അപകടത വളരെ കൂടുതലാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വാല്യൂ പലർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത നിലയിൽ ഈ ആൾക്കാർ ഇതിനെ കൈകാര്യം ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഉപയോഗം എന്താണ് ഇതിനെ അർത്ഥമാക്കുന്നത് എന്ന അതിൻ്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളിത് ഗ്രഹിക്കുവാൻ എന്നുള്ളൊരു കാര്യമായിരുന്നു കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഇതിനെ 4ആയിട്ട് നമ്മൾ തിരിച്ച് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. ഫോർ ഗോഡ് സോ, ഇംഗ്ലീഷിലായിരുന്നല്ലോ നമ്മൾ അതിനെ ഓർഡർലി നമുക്കത് ഗ്രഹിക്കുവാൻ ഇടയായി തീർന്നത്. ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ്. സോ എന്ന വാക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹൂട്ടോസ് എന്ന വാക്കിനെ കുറിച്ച് പറഞ്ഞു. അത് 2 രീതിയിൽ അതിൻ്റെ അർത്ഥമുണ്ട്. ഇൻ ദിസ് വേ, ടു ദിസ് എക്സ്റ്റെൻറ്റ്. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ ആഴ്ച മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകാത്തത്. ഇൻ ദിസ് വേ ഗോഡ് ലവ്ഡ് ദ വേൾഡ്. ഈ രീതിയിൽ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം ഈ രീതിയിൽ ദൈവം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അത് കർത്താവിൻ്റെ ബലിയെ കുറിച്ച് കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. കർത്താവിൻ്റെ ബലിമരണത്തെ കാണിച്ചുകൊണ്ട് പറയുകയാണ് ഈ രീതിയിൽ കർത്താവ് ഈ ലോകത്തെ സ്നേഹിച്ചു. 2ാമത്തെ ഭാഗമാണ് ടു ദിസ് എക്സ്റ്റെൻറ്റ്. ഇത്രമേൽ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ വിലയാണ് കാണിക്കുന്നത് അല്ലേ. ദ വാല്യൂ ഓഫ് ദ സാക്രിഫൈസ് അല്ലെങ്കിൽ ദ ആക്ഷൻ. അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്.
ആരോടാണ് ഇത്രയും സ്നേഹം കാണിച്ചത്? ദ വേൾഡ്, ലോകത്തെ കാണിച്ചു. അപ്പം ആ ഭാഗമാണ് ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞ് പറയുന്നത് ദാറ്റ് ഈസ് ഗേവ് ഹിസ് വൺ ആൻഡ് ഓൺലി സൺ, മോണോജനസ് എന്ന ഭാഗമായിരുന്നു നമ്മൾ അവിടെ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. എന്ന് പറഞ്ഞാൽ ദൈവം പിതാവ് എന്താണോ അത് തന്നെ പുത്രൻ എന്ന് കാണിക്കുന്ന ഭാഗമാണ് മോണോജനസ്, ദ യുണീക്ക് സൺ, അല്ലെ, വൺ ഓഫ് എ കൈൻഡ്, അവനെ പോലും മറ്റൊരാളില്ല. അതാണ് ദാറ്റ് ഹി ഗേവ്, കൊടുത്തു. അവൻ കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേന് അവിടെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ടു ഗേവ് ഹിസ് വൺ, ദൈവം അവനെ നൽകി, അല്ലെ കൊടുക്കൽ എന്ന് പറയുന്ന ഭാഷ ഉടനീളം നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ മൊത്തം ആവർത്തിച്ച് നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ്, അല്ലെ. ഒരു വിലയും കൊടുക്കാത്ത സ്നേഹമല്ല അവിടെ നമ്മൾ കണ്ടത്. ദൈവം തന്റെ സ്നേഹം ഈ അഖിലാണ്ടത്തെ മുഴുവനും വെളിപ്പെടുത്തിയത് ഏറ്റവും വിലയായ ഒന്നിനെ നൽകിക്കൊണ്ടാണ്. ഏറ്റവും വിലയുള്ള വസ്തു, അതെന്താണ് വസ്തു? മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു, തന്റെ സ്വന്തം പുത്രൻ. ദാറ്റ് ഹി ഗേവ് ഹിസ് വൺ ആൻഡ് ഓൺലി സൺ. അത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ അടുത്ത ഭാഗം കാണുന്നത് ഷാൽ നോട്ട് പെറിഷ് ബട്ട് ഹാവ് എറ്റേണൽ ലൈഫ്. അവനിൽ വിശ്വസിക്കുന്നവൻ എന്താ പറയുന്നത്? നശിച്ചു പോകാതെ അവന് നിത്യജീവൻ പ്രാപിക്കുന്ന. ദോസ് ഹു ബിലീവ്സ് ഇൻ, അവനിൽ വിശ്വസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതാരായാലും മനസ്സിലായി. അത് ഇന്ന ഒരു എത്തനിക് ഗ്രൂപ്പ് എന്നല്ല, ഒരു സോഷ്യൽ ബാരിയർ അവിടെ ഇല്ല. സകല മനുഷ്യർക്കും ആ ഒരു വാതിൽ തുറന്നിട്ടിരിക്കുക. ഏത് മനുഷ്യർക്കും, ജാതി വ്യത്യാസമന്യേ സകല ആൾക്കാർക്കും തുറന്നു കിടക്കുന്ന ആ ഒരു ദൈവസ്നേഹം അവിടെയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ അവിടെ പറയുന്നത് ടു ബിലീവ്, വിശ്വസിക്കുക എന്നൊരു കണ്ടീഷനാണ് നമ്മൾ അവിടെ കാണുവാനിടയായി തീർന്നത്. അവനിൽ വിശ്വസിക്കുക, ദോസ് ഹു ബിലീവ് ഇൻ ഹിം. അപ്പൊ ഈ ബിലീവ് എന്ന വാക്ക് പറയുമ്പോൾ എന്താ പറയുന്നത്? നമ്മൾ ഇത് 1-ാം അധ്യായം മുതലേ അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടല്ലേ. അതൊരു ജസ്റ്റ് ഐ ബിലീവ് ഇൻ യു എന്നൊരു അർത്ഥത്തിലല്ല, നമ്മുടെ ലൈഫ് ചേഞ്ചിങ്, എൻ്റെ ജീവിതം തന്നെ ടേൺ ഓവർ ആകുന്ന ഒരു സംഭവമാണ് നമുക്ക് ആ വാക്യത്തിലൂടെ കാണുവാൻ കഴിയുന്നു. ഒരു ആക്റ്റീവ് റിലേഷൻഷിപ്പ്, അല്ലെ, അല്ലെങ്കിൽ ഒരു ഓൺ ഗോയിങ്, ഒരു ദിവസത്തെ അല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു ദൈവസ്നേഹം, ജീവിതം മുഴുവനും അവനിൽ ആശ്രയിക്കുന്ന ഒരനുഭവം. അതാണ് ആ ഒരു ബിലീവിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒരു സ്വാളോ ബിലീഫ് ഉണ്ട്, ട്രൂ ബിലീഫും ഉണ്ട്. സ്വാളോ ബിലീഫ് പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ആരാണ് യഥാർത്ഥമായി വിശ്വസിക്കുന്നത്? കാഴ്ചയിൽ ഒരു പക്ഷേങ്കിൽ വിശ്വാസമാണെന്ന് തോന്നും, പക്ഷേങ്കിൽ ആ വ്യക്തിയോട് അടുത്തറിയുമ്പോൾ അറിയാം മൊത്തം പൊള്ളയാണെന്ന്. വെള്ള തേച്ച ശവക്കല്ലറകളെന്നൊക്കെ കർത്താവ് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ അതൊക്കെ തിരുവഴുത്തിലൂടെ സുവിശേഷങ്ങളിൽ കണ്ടിട്ടുള്ളത്, അല്ലേ. അടുത്ത ലാസ്റ്റ് ഭാഗമാണ് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. നശിക്കുക എന്ന വാക്കിന് നമ്മൾ പറഞ്ഞു അപ്പലോമി, അല്ലെ, APOLLUMI, അപ്പലൂമി. ഈ ഒരു വാക്കാണ് എന്ന് പറഞ്ഞാൽ തകർച്ച, ജീവിതം മുഴുവനും നഷ്ടപ്പെടുക എന്നൊരർത്ഥമാണ് അപ്പലൂമി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ തിരുവഴുത്തിലും കാണുന്നത്, ഒരു മനുഷ്യൻ തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവന് പിന്നെ എന്താണ് പ്രയോജനം എന്ന് തിരുവഴുത്തിലൂടെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ജീവന്റെ വില ഈ ലോകത്തെ മുഴുവനും തൂക്കി വിറ്റാൽ പോലും കിട്ടത്തില്ല, അത് ഒരാളുടെ. അപ്പൊ ലോകം മുഴുവനും ആയിരക്കണക്കിന് ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യന്റെ വാല്യൂ എത്ര വലുതാണെന്നാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. കർത്താവ് പറയുകയാണ്, ഈ ജീവനെ നീ നഷ്ടമാക്കിയാൽ നിനക്ക് ലോകത്തിൽ ഹല്ലേലൂയ എല്ലാം നഷ്ടമായാലും അതിനേക്കാൾ വലിയ നഷ്ടമാണ് നിന്റെ സ്വന്തം ജീവൻ. അപ്പം അത് തുടർന്ന് നമ്മൾ വായിക്കുന്നത് നിത്യജീവനെ കുറിച്ച്. അപ്പൊ നിത്യജീവനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചത്, അത് ശരിക്കും അത് ആരംഭിക്കുന്നത്, അതിൻ്റെ ഒരു ആക്ച്വൽ ലൈഫിലേക്ക് കടക്കുന്നത് മരണശേഷമാണെങ്കിൽ പോലും കർത്താവിൽ വിശ്വസിക്കുമ്പോൾ മുതലേ അതിൻ്റെ ഒരു ബിഗിൻ സ്റ്റേജ് തുടങ്ങുക, അല്ലേ. ഞാൻ അതിന് നിങ്ങളോട് ഒരു USA ഗ്രീൻ കാർഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. നമുക്ക് ആ ഒരു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ ആ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യരായി തീർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതാണ് നമ്മൾ കർത്താവിലുള്ള വിശ്വാസത്തിലൂടെ സംഭവിക്കുന്നത്. ഞാൻ ആ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അവിടം വരെയാണ് നമ്മൾ ചിന്തിപ്പാൻ
ഇടയായി തീർന്നത്. ഇനി നമുക്ക് ഇന്ന് ശ്രദ്ധിക്കേണ്ടത് 17 മുതലുള്ള ഭാഗങ്ങളാണ്. എത്രയും തീർക്കാൻ പറ്റുമോ അത്രയും മാക്സിമം നമുക്ക് നോക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. 17-ാം വാക്യം, 17-ഉം 18-ഉം കൂടെ വാക്യം ഒന്ന് വായിച്ചാൽ. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മള് ഇന്ന് ശ്രദ്ധിക്കുന്ന ഭാഗം ആരും പ്രധാനമായിട്ട് ഈ 3:16 പറയുന്ന കൂട്ടത്തിൽ ഉദ്ധരിക്കാത്തൊരു വേദഭാഗമാണ് 3:17. എന്നാൽ 3:17 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം കൂടെയാണ്. 3:16 ചേർത്ത് വായിക്കേണ്ട ഒരു ഭാഗം കൂടെയാണ് 3:17 വാക്യം എന്ന് പറയുന്നത്. അവിടെ എഴുതിയത്, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. പ്രൈസ് ദി ലോർഡ്. എന്താണ് മനസ്സിലായത്? ഈ മനുഷ്യരാശിയോടുള്ള ദൈവത്തിന്റെ ഒരു നിലപാടിനെ കുറിച്ച് പൊതുവായ ചില തെറ്റിദ്ധാരണകളുണ്ട്. അതിൻ്റെ ഒരു തിരുത്തൽ വാക്യമാണ് ഈ വാക്യം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ലോക മനുഷ്യരെ കുറിച്ച് ദൈവത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. ദൈവത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച്, ആ കാഴ്ചപ്പാടിനെ കുറിച്ച് ഒരു മിസ്അണ്ടർസ്റ്റാൻഡ് ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ സഭയ്ക്കകത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു തിരുത്തൽ വാക്യം, കറക്ഷൻ വേർഡാണ് ഈ വേദഭാഗം എന്ന് പറഞ്ഞത്. അപ്പൊ ദൈവത്തിന്റെ ഒരു പൊതു ചിത്രം എന്ന് പറയുന്നത് അത് കുറ്റം വിധിക്കുന്നതല്ല, കണ്ടം ചെയ്യുന്നതല്ല. ആണോ? ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് കണ്ടം ചെയ്യുകയല്ല. ഇപ്പൊ യേശുവിനെ ഈ ലോകത്തിൽ അയച്ചതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ ഇവിടെ കാണുന്ന പാപികളെ എല്ലാം കുറ്റവാളികൾ എന്ന് മുദ്ര കുത്തുകയല്ല. പിന്നെന്തായിരുന്നു? അവരെ രക്ഷിക്കുക എന്നൊരു പദ്ധതിയോടെയാണ് കർത്താവ് വന്നത്. പാപികളാക്കാൻ വേണ്ടിയല്ല കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. അപ്പൊ ഒരു സഭ എങ്ങനെ സുവിശേഷം അറിയിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്രിസ്ത്യാനികളിൽ നിന്ന് ആളുകൾ കേൾക്കാൻ പ്രാഥമികമായി അല്ലെങ്കിൽ ഫസ്റ്റ് സുവിശേഷം പറയുമ്പോൾ, നമ്മൾ ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ ആദ്യം കുറ്റം പറയുന്ന രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ അവരെ വിധിക്കുന്ന രീതിയിലാണ് സുവിശേഷം എങ്കിൽ, അത് ഈ 17-ാം വാക്യത്തോട് കോൺട്രഡിക്ടറി ആയി മാറും. ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ സുവിശേഷം പറയുമ്പോൾ ഒരാളോട് പറയുക, സഹോദര നീ മഹാപാപിയാണ്, നീ നരകത്തിൽ തന്നെ പോകും, ദൈവം നിന്നോട് എന്താ പറയാ, ദൈവത്തിന് നിന്നോട് ഭയങ്കര കോപമാണ്, ഈ സ്റ്റൈലിലാണ് നമ്മൾ സുവിശേഷം പറയുന്നെങ്കിൽ ഈ 17-ാം വാക്യത്തോടെ കോൺട്രഡിക്ഷൻ ആയിട്ടാണ് സംഭവിക്കുന്നത്. അങ്ങനെയല്ല സുവിശേഷം പറയേണ്ടത്. അപ്പൊ ദൈവം തന്റെ പുത്രനെ അയച്ചത് രക്ഷിക്കാനാണ്. ആ സദ്വർത്തമാനമാണ് നമ്മൾ ആദ്യം പറയേണ്ടത്, കുറ്റം വിധിക്കാനല്ല. കാരണം ഈ മനുഷ്യന്റെ മേലുള്ള ഈ നരകവിധി എന്നുള്ളത്, നമുക്ക് ഈ ചിത്രം കാണാം. ഈ നരകവിധി എന്നുള്ളത് ഇത് മുന്നമേ നിലവിലുള്ളതാ. ഓൾറെഡി മനുഷ്യൻ എവിടെ കിടക്കുക? ഈ അധമപാതാളത്തിൽ കിടക്കുക. ദേ ആർ ഓൾറെഡി കണ്ടംഡ്. അപ്പൊ അത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഏത് മനുഷ്യന്റെയും ഒരു സാധാരണ അവസ്ഥയാ, ദ നോർമൽ സിറ്റുവേഷൻ ആണത്. കർത്താവിന്റെ കൃപയിൽ നിന്ന് വീണുപോയ ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. അപ്പൊ അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഒരു വഴി കാണിക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. അല്ലാതെ ഈ നാശത്തിൽ കിടക്കുന്നവരെ, നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയവനല്ലേ, നീ പാപിയല്ലേ, നീ അവിടെ തന്നെ കിടന്ന് കുറച്ച് അനുഭവിക്ക് എന്ന് പറഞ്ഞ് അവനെ കുറ്റം വിധിച്ച് ആ പാപത്തിനകത്ത് വീണ്ടും അവനെ ഇല്ലാതാക്കുവാനല്ല കർത്താവ് വന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ് ആ വാക്കിന്റെ അർത്ഥം. 17-ാം വാക്യം നമ്മൾ വായിച്ചത്, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. മനസ്സിലായോ? 18-ാം വാക്യം നമ്മൾ വായിച്ചത്, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. 16-ാം വാക്യവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫോളോ ത്രൂ, കണക്ട് ചെയ്യുന്ന ഒരു വാക്യമാണ്, തുടർ വചനമാണ് 18-ാം വാക്യം. എന്താണ് അവിടെ പറയുന്നത്? 18-ാം വാക്യത്തിൽ 16-ുമായിട്ട് ബന്ധപ്പെടുത്തി പറയുക,
ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മുന്നമേ തന്നെ ഈ മാനവ ജനതയുടെ മേൽ അവർ സ്വയം നരക ശിക്ഷാവിധി വിധിക്കപ്പെട്ടവരായി കിടക്കുക, ഈ മനുഷ്യരെല്ലാം, അല്ലേ? ദേ ആർ ഓൾറെഡി കണ്ടംഡ്, ദേ കണ്ടംഡ് ഓൾറെഡി. അല്ലാതെ ശിക്ഷാവിധി എന്നത് ഈ ഭാവിയിൽ ഇനിയും ന്യായവിധി നാളിൽ വരാനിരിക്കുന്ന ഒരു പുതിയ ഒരു വിധിയല്ല ശിക്ഷാവിധി എന്നുള്ളത്. മനസ്സിലായോ? ആ വരുന്ന നാളിൽ ഒരുപക്ഷെ നമ്മൾ കാണാൻ പോകുന്ന അതിന്റെ ഫുൾഫിൽമെന്റ് ആയിരിക്കും. എന്നാൽ മനുഷ്യൻ പ്രകൃതിയാൽ തന്നെ വീണുപോയതാണെന്ന് നമ്മൾ തിരുവഴുത്തുടനീളം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ദൈവം ഒരുക്കിയ ഒരു രക്ഷാ പദ്ധതിയിൽ പങ്കുകൊള്ളാത്ത ഏതൊരു വ്യക്തിയുടെയും ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കണ്ടംഡ് എന്ന് പറയുന്ന, ഈ വീണ് കിടക്കുന്ന, ഈ നരകത്തിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ഈ എന്താ പറയാ, ഈ സമാധാനമില്ലാതെ, ബന്ധമില്ലാതെ കിടക്കുന്ന അവസ്ഥ. മനസ്സിലായി? അപ്പൊ മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം മുന്നമേ തന്നെ എന്താ ചെയ്തിട്ടുണ്ട്? ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് മനുഷ്യൻ ഏത് അവസ്ഥയിലാണ് കിടക്കുന്നതെന്ന്. വീണുപോയ മനുഷ്യൻ. ശിക്ഷയും നിലവിലുണ്ട്. എന്താ ശിക്ഷ? നിത്യമായ മരണം. അപ്പൊ യേശു അല്ല ഈ കുറ്റം ചുമത്തുന്നത്. പിന്നെ എന്തോ ചെയ്യുന്നേ? യേശു ആ ന്യായവിധിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു എക്സിറ്റ് കാണിച്ചിരിക്കുക. എക്സിറ്റ്, മനസ്സിലായോ? എക്സിറ്റ് കാണിച്ചിരിക്കുക. അതാണ് കർത്താവായ യേശു ക്രിസ്തു. മനസ്സിലായോ? അതാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും എന്ന് പറയുന്നത്. ക്രിസ്തു എന്ന വഴിയിലൂടെ മാത്രമേ ഒരാൾക്ക് നിത്യത കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം യഥാർത്ഥ സ്നേഹമാണ്. ആ സ്നേഹം അതിരുകളില്ലാത്ത സ്നേഹമാണ്. എന്നാൽ ആ സ്നേഹം നിലനിൽക്കുമ്പോൾ തന്നെ ഈ ശിക്ഷാവിധി എന്നുള്ളത് ഒരു പൈങ്കിളി കഥയൊന്നുമല്ല. നമ്മൾ ബാലരമയ്ക്കകത്തും പൂമ്പാറ്റയ്ക്കകത്തും മംഗളത്തിനകത്തും വായിക്കുന്ന ഓരോ എഴുത്തുകാരെഴുതിയ പൈങ്കിളി കഥകളല്ല. ശിക്ഷാവിധി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. മനസ്സിലായി? അത് സത്യമായ കാര്യമാണ്. ബോത്ത് ആർ ഈക്വലി ട്രൂത്ത്. ഇപ്പൊ രക്ഷ പ്രാപിപ്പാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തി, ആ വ്യക്തിയെ നമ്മൾ ഇടയ്ക്ക് ഇട്ടേച്ചു പോകുന്നതല്ല, അവനെ ഇടയ്ക്ക് വെച്ച് വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുന്നതല്ല. പ്രത്യേകത എന്താ സംഭവിക്കുന്നത്? ആ വ്യക്തി എവിടെയാണോ കിടക്കുന്നത് അവിടെ തന്നെ വിട്ടേച്ചു പോകുന്നതാണ് ആ കണ്ടംനേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ കർത്താവിന്റെ സ്നേഹം ഒരുവനിലേക്ക് വന്നപ്പോൾ അവന് മനസ്സില്ല ഈ ക്രിസ്തുവിനെ അംഗീകരിക്കാനെങ്കിൽ കർത്താവ് മുമ്പോട്ട് തന്നെ കർത്താവ് പോവും. മനസ്സിലായേ? കർത്താവിന്റെ വഴി നിത്യതയിലേക്കുള്ള വഴിയാ. എന്നാലും മറ്റവന്റെ അവസ്ഥയോ? ഈ സ്നേഹത്തിന് പിന്തുടരാത്ത, അംഗീകരിക്കാത്ത വിശ്വാസികൾ എവിടെയാണോ കിടക്കുന്നത് അവിടെ തന്നെയാണ് അവന്റെ സിറ്റുവേഷൻ. അതാണ് യാഥാർത്ഥ്യം. അല്ലാതെ അവനെ പിടിച്ചതിനകത്ത് കൊണ്ടിടുന്നതല്ല. അപ്പൊ ഈ ജഡ്ജ്മെന്റിനകത്തൂന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് കർത്താവ് സ്വർലോകം വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്നത്. ഹി കെയിം ടു സീക്ക് ആൻഡ് ടു സേവ് ദ ലോസ്റ്റ്. നഷ്ടപ്പെട്ടവരെ തേടി വന്ന ഒരു ദൈവസ്നേഹം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ 19, 20, 21 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. 19, 20, 21. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. ഇനി നമ്മൾ ഈ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നോക്കുമ്പോൾ അവിടെ കാണുന്നത് വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷന്. വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള കാര്യം, അതിന്റെ വിധിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. 19, 20, 21 വാക്യങ്ങൾ അവിടെ കാണുന്നു. അപ്പൊ യേശുവിനെ ആളുകള് തള്ളിക്കളഞ്ഞതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? യഥാർത്ഥ കാരണം എന്താ? അപ്പൊ അവിശ്വാസത്തിന്റെ യഥാർത്ഥ കാരണങ്ങളാണ് ഈ വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. എന്താന്ന് ചോദിച്ചാൽ പലർക്കും അത് സ്വയമായി സമ്മതിച്ചു കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്.
നിങ്ങൾ നിക്കോദീമോസിന്റെ ജീവിതം വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈ കോൺവെർസേഷനൊക്കെ താഴോട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വയമായി അവർക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ മാനസികമായിട്ട് അസ്വസ്ഥരാകും. പൊതുവെ മനുഷ്യന്റെ ഒരു പ്രക്രിയയാണ്, പ്രോബ്ലമാണിത്. അപ്പൊ ആളുകൾ യേശുവിന്റെ അടുത്ത് വരാത്തതിന്റെ കാരണം പ്രധാനമായി ബൗദ്ധികമായ കാരണമല്ല. ബൗദ്ധികം എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ പ്രോബ്ലം അല്ല, മനസ്സിലായോ? ഇന്റലക്ച്വൽ അല്ല, നോട്ട് പ്രൈമറിലി ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കുന്നതല്ല. അതായത് സുവിശേഷം കേട്ടു, ഞാനതെല്ലാം ചിന്തിച്ചു, അതുകൊണ്ട് ഞാൻ ഇനി യേശുവിനെ അനുഗമിക്കുന്നില്ല, അതുകൊണ്ടല്ല. തെളിവുകളൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് യേശുവിനെ വേണ്ട, അങ്ങനെ അല്ല അവർ യേശുവിനെ വിട്ടേച്ചു പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ സുവിശേഷം പറഞ്ഞവര് സുവിശേഷത്തിൽ കൂടെ അവരോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു, അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ അവർക്ക് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നില്ല. ആ ഒരു കാരണം കൊണ്ടും അല്ല അവർ യേശുവിനെ അനുഗമിക്കാഞ്ഞത്. യഥാർത്ഥ കാരണം അവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. യഥാർത്ഥ കാരണം എന്താണ്? വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി എന്താണ്? ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുട്ടിനെ സ്നേഹിച്ചത് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അതിന്റെ കാരണം. അപ്പൊ ഇരുട്ടിന്റെ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് വെളിച്ചത്തിന്റെ ചില കണ്ടീഷൻസ് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവിനെ അനുഗമിക്കാത്തത്. നിങ്ങൾക്ക് കാരണം മനസ്സിലായോ? അല്ലാണ്ട് മറ്റ് റീസൺസ് ഒന്നുമല്ല. ഇപ്പൊ പ്രശ്നം എപ്പോഴും ധാർമ്മികമായ വിഷയങ്ങളില്ല, ഭൗതികമല്ല, അല്ലേ? ദ പ്രോബ്ലം ഇസ് അബൌട്ട് ദ മോറൽ, നോട്ട് ദ ഇന്റലക്ച്വൽ. ബുദ്ധിപരമായി എടുക്കുന്ന തീരുമാനത്തിലല്ല മാറുന്നത്, പ്രത്യാൽ അവരുടെ ഫ്രീഡം നഷ്ടപ്പെടുന്നു. കാരണം പ്രകാശത്തിൽ വരുമ്പോൾ പലതും എന്താ സംഭവിക്കും? പലതും തുറന്നു കാട്ടപ്പെടും. ലൈറ്റ് എക്സ്പോസസ്, അല്ലേ? പല ബന്ധങ്ങൾ, പല ശീലങ്ങൾ, പല വിട്ടുവീഴ്ചകൾ, കോംപ്രമൈസുകൾ, പല പ്രയോറിറ്റീസുകൾ, അങ്ങനെ ഇരുട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെളിച്ചത്തിൽ വരുമ്പോൾ ദൃശ്യമാകും. അതുകൊണ്ട് പലരും ആ വില കൊടുക്കാൻ തയ്യാറല്ല, ആ പെയിൻ എടുക്കാൻ തയ്യാറല്ല, ആ കോസ്റ്റ് കൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ആ വ്യക്തി വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ശരിക്കും ആ വ്യക്തി യഥാർത്ഥത്തിൽ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ അവനെ സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഒരു യഥാർത്ഥമായ മാറ്റമാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കാര്യമായ സ്വഭാവമാറ്റമാണ് ആദ്യം സംഭവിക്കുന്നത്. അതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ പ്രത്യേകത. വേറൊരു മതത്തിലും ലഭിക്കാത്ത ഒരു വലിയ പ്രത്യേകതയാണ്. യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ എത്ര മോശമായ വ്യക്തിയുടെ സ്വഭാവത്തിന് മാറ്റം വരും. മനസ്സിലായോ? അപ്പൊ അവന്റെ പെരുമാറ്റത്തിൽ കാണുന്ന മാറ്റം വ്യത്യസ്തമാണ്. അവന്റെ മുൻഗണനയ്ക്ക് മാറ്റം വരും, അവന്റെ പ്രയോറിറ്റീസിന് മാറ്റം വരും. അത് ഈ വെളിച്ചത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയാണെങ്കിൽ നാം അറിയേണ്ടത് ക്രിസ്തീയതയോടുള്ള ബന്ധത്തിൽ ഈ ബൗദ്ധികമായ എതിർപ്പുകൾ ചിലപ്പോൾ സ്വാഭാവികമായി തോന്നാം. എന്ന് പറഞ്ഞാൽ ഈ ഗോസ്പൽ കേൾക്കുമ്പോൾ ചില സമയത്ത് ഈ ഇന്റലക്ച്വലി അവര് ചിലപ്പം ബാക്ക് സ്ലൈഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ പലപ്പോഴും അത് സംഭവിക്കുന്നത് അവരുടെ ആഴത്തിലുള്ള പാപത്തെ മറയ്ക്കുവാൻ വേണ്ടിയുള്ള ഉപാധിയായി മാറ്റുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? പല തെറ്റുകളെ കവർ ചെയ്യാൻ വേണ്ടിയായിരിക്കും പല പ്രിയപ്പെട്ടവരും ഈ വെളിച്ചത്തിലേക്ക് കാലുകൾ എടുത്തു വെക്കാത്തത്. അപ്പൊ നിങ്ങൾ കേട്ട സുവിശേഷത്തിന്റെ സത്യത്തിൽ ജീവിക്കുവാൻ നിങ്ങൾ ഒരുക്കമാണോ എന്നുള്ള ഒരു ചോദ്യം ഈ ഒരു സംഭവത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുക. നമ്മൾ വചനത്തിലൂടെ, സഭയിലൂടെ, അല്ലെ പരസ്യങ്ങളിലൂടെ, പല വാർത്താ മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയാസിലൂടെ ഒക്കെ കേട്ടിട്ടുള്ള സുവിശേഷമുണ്ട്. ഈ സുവിശേഷത്തിന്റെ സത്യത്തിൽ ജീവിക്കാൻ നിങ്ങൾ എത്രമാത്രം ഒരുക്കമുള്ളതാണ്. അപ്പൊ ഈ ക്ലാസ്സിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുന്നതാ, നിങ്ങൾ എത്രമാത്രം നിങ്ങൾ കേട്ട വചനത്തോട് നിങ്ങൾ പ്രതിബദ്ധതയുള്ളവരാണ്. നമ്മളിത് നിക്കോദീമോസിന്റെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്തൊന്ന് പഠിച്ചു നോക്കിക്കേ. എന്താണ് നമ്മളിവിടെ കാണുന്നത്? ഈ ലെൻസിലൂടെ നമ്മൾ നിക്കോദീമോസിനെ നോക്കിക്കഴിഞ്ഞാൽ, നിക്കോദീമോസ് അവിടെ രാത്രിയിൽ യേശുവിനെ കാണാൻ വരികയാണ്, അല്ലേ?
അദ്ദേഹം യേശുവിനെ ആദ്യം തൻ്റെ ബൗദ്ധികമായ നിലയിലാണ് ഇടപഴകുവാൻ ശ്രമിച്ചത്. ഇന്റലക്ച്വലി കർത്താവുമായിട്ട് ഇടപെടാൻ ശ്രമിക്കുകയായിരുന്നു. കർത്താവിനോട് ഈ കുടുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിച്ചേച്ച് എങ്ങനെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ അവൻ ശ്രമിച്ചു. ആണോ? ഞാൻ എന്ത് ചെയ്യണമെന്നൊന്നും അദ്ദേഹം ആദ്യം ചോദിക്കുന്നില്ല. എങ്ങനെ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ കയറി, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കുമെന്നാണ് കർത്താവിനോട് കുടുക്ക് ചോദ്യം ചോദിക്കുന്നത്. അദ്ദേഹത്തിന് അതിന്റെ അർത്ഥം മനസ്സിലാകാഞ്ഞിട്ടുമല്ല. എന്നാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആവശ്യം, ആത്മാവിന്റെ ആവശ്യം വിളിച്ചു പറയുന്നില്ല. മനസ്സിലായോ? അദ്ദേഹം അവിടെ എത്തിയത് യേശുവിന് എന്ത് ചെയ്യാനായിരുന്നു? യേശുവിന് മാർക്കിടാൻ വേണ്ടിയാണ് നിക്കോദീമോസ് അവിടെ എത്തിയത്. അപ്പൊ ഈ അധ്യയനത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ നിക്കോദീമോസ് ഒരു തീരുമാനമെടുക്കാതെ അവിടുന്ന് മടങ്ങിപ്പോയതായിട്ടാണ് ഈ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ഒരു കാര്യം സംഭവിച്ചു. നിക്കോദീമോസ് അവിടെ ഒരു ഡിസിഷൻ എടുക്കാതെ മടങ്ങിയെങ്കിലും നിക്കോദീമോസിന്റെ മനസ്സൊരു ഒരു കൺഫ്യൂസ്ഡ് മൈൻഡായി, ഒരു അസ്വസ്ഥമായ ഒരു മനസ്സായിട്ടാണ് നിക്കോദീമോസ് അവിടെ നിന്ന് ഇറങ്ങിയത്. അസ്വസ്ഥമായിട്ടൊരു മനസ്സ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, നിക്കോദീമോസ് ശരിക്കും ഇരുട്ടിനെ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നോ? നമ്മൾ മുമ്പ് ഒരു വാക്യം വായിച്ചല്ലോ, 19-ാം വാക്യത്തിൽ, മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതത്രേ. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, നിക്കോദീമോസ് ഇരുട്ടിനെ സ്നേഹിച്ചായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. ഒരിക്കലുമല്ല. ഇരുട്ടിനെ സ്നേഹിച്ചിട്ടായിരിക്കത്തില്ല ഈ നിക്കോദീമോസ് അവിടുന്ന് ഒരു തീരുമാനം എടുക്കാതെ പുറത്തുപോയത്. പിന്നെന്തായിരിക്കും? താൻ വ്യക്തിപരമായ, നമുക്കറിയാം നിക്കോദീമോസ് തൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരു സത്യസന്ധത പുലർത്തുന്നവൻ തന്നെയായിരുന്നു. കാരണം യഥാർത്ഥമായ മതപരമായ പ്രതിബദ്ധതയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്തായിരുന്നു? അജ്ഞതയുടെ ഇരുട്ടിനെ അദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പഠിച്ചു വെച്ച കുറെ കാര്യങ്ങളുണ്ട്, ദീർഘവർഷത്തെ എഡ്യൂക്കേഷൻ, നോളജ്, ക്വാളിഫിക്കേഷൻ. അദ്ദേഹം അതൊരിക്കലും സറണ്ടർ ചെയ്യാൻ താല്പര്യമല്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു ഈഗോ ക്ലാഷ്, ഞാൻ ഇത്രയും പഠിച്ചിട്ട് യേശുവിന്റെ മുമ്പിൽ ഞാൻ താഴണം, ഈ ഒരു ചിന്ത അദ്ദേഹത്തെ താഴ്ത്തി കൊടുക്കാനായിട്ടുള്ള ഒരു മനോഭാവം ഇല്ലാത്തതായിരുന്നു നിക്കോദീമോസിന്റെ പ്രശ്നം. യേശു കർത്താവ് വാഗ്ദത്തം ചെയ്യുന്ന നിത്യജീവൻ ആവശ്യമുള്ള ഒരാളായിട്ട് സ്വയം പരസ്യമാക്കാൻ സമൂഹത്തിന്റെ മുൻപിൽ തൻ്റെ സ്റ്റാറ്റസ് തന്നെ അനുവദിച്ചില്ല. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് ഈ 3-ാം അധ്യായം കൊണ്ട് തീരുന്നതായിട്ട് കാണുന്നില്ല. അവിടുന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ 7-ാം അധ്യായത്തിൽ 19-ാം അധ്യായത്തിലും ഒക്കെ അദ്ദേഹത്തെ കാണാൻ കഴിയുന്നുണ്ട്. 19-ാം അധ്യായത്തിൽ എത്തുമ്പോഴത്തേക്ക് ഒടുവിൽ നമുക്ക് മനസ്സിലാവും ശരിക്കും എന്താ സംഭവിക്കുന്നത്. ദ ലൈറ്റ് ആക്ച്വലി ഇവൻച്വലി വിൻസ്. ആ വെളിച്ചം തന്നെ ആയിരിക്കും അവസാനം ജനിക്കുന്നത്. നിക്കോദീമോസിന്റെ ജീവിതത്തിൽ കാര്യമായ മാറ്റം വന്നതായിട്ട് കാണുവാൻ കഴിയും. നമ്മളത് കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മളത് ശ്രദ്ധിക്കുവാൻ ഇടയായി തീർന്നു. അപ്പൊ ഇതാണ് 21-ാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ. ഇനി നമ്മൾ തുടർന്ന് ആ ഒരു സെക്ഷൻ ശരിക്കും 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് ഒറ്റ ഒരു സെക്ഷന്. നമുക്കത് 2.5 ക്ലാസ് എടുക്കേണ്ടി വന്നു. ഇനി അടുത്തത് 22 മുതൽ 36 വരെയുള്ള വേദഭാഗമാണ് ബാക്കി അടുത്ത ഭാഗമായിട്ട് വരുന്നത്. നമുക്ക് 22 മുതൽ 26 വരെയുള്ള വേദഭാഗം ഒന്ന് ദയവായി വായിച്ചാട്ട്. 22 മുതൽ 26 വരെ. അതിന്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ്യ ദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശാലേമിന് അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിൽ ആക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ച് ഒരു വാദമുണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, യോർദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു.
നിങ്ങൾ ആ ഭാഗം മനസ്സിലാക്കിയെന്ന് ഞാൻ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ അവിടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അവിടെ നമ്മളൊന്ന് അത് മനസ്സിലാക്കണം. അവിടെ നടക്കുന്ന സംഭവം എന്താണ്, അവിടുത്തെ സീൻ എന്താണ് അവിടെ നടക്കുന്നതെന്ന് നമ്മൾ പ്രത്യേകിച്ച് അവിടെ നോക്കണം. ആ സീൻ എന്താണെന്നൊന്ന് നമുക്ക് അവലോകനം ചെയ്യാം. ഒന്നാമത്തേതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മളിവിടെ വായിക്കുന്നത് യേശുവും യോഹന്നാൻ സ്നാപകനും ഇപ്പോൾ ഒരേ പൊതു സ്ഥലത്ത് ഒരേ സമയത്ത് സ്നാന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുക അല്ലേ. 22-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അതാ കാണുന്നല്ലേ. ഇവിടെ ഒരിടത്ത് യോഹന്നാൻ സ്നാനം നടത്തുന്നു, മറുവശത്ത് യേശു കർത്താവ് സ്നാനം നടത്തുന്നു. ഒരേ സ്ഥലം, ഏകദേശം ഒന്നെങ്കിൽ അപ്പുറം ഇപ്പുറം ഏതോ ഒരു റിവറിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ നിന്ന് രണ്ടുപേരും സ്നാനം നടത്തുന്നു. അപ്പൊ ഇക്കാലം അത്ര യോഹന്നാൻ സ്നാപകന്റെ അനുയായികൾ, നേരത്തെ ഒത്തിരി പേര് യോഹന്നാന്റെ അനുയായികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവര് മെല്ലെ ഓരോന്നായിട്ട് യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. ഇവിടുന്ന് ആള് കുറയുന്നു, യേശുവിന്റെ അടുത്തേക്ക് ആള് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് കണ്ടിട്ട് പരിഭ്രാന്തരായ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാര്, യോഹന്നാൻ സ്നാപകനോട് കൂടുതൽ അടുത്ത് നിന്ന ശിഷ്യന്മാര് കുറച്ച് ടെൻസ്ഡ് ആയിപ്പോയി. എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേശ്ശെ വെച്ച് യേശുവിന്റെ പുറകിലോട്ട് പോകുന്ന കണ്ടപ്പോൾ അവർ ടെൻസ്ഡ് ആയിട്ട് ഈ പരാതി പറയാൻ യോഹന്നാൻ സ്നാപകന്റെ അടുത്തേക്ക് പോകുന്ന ഭാഗമാണ് നമ്മൾ അതിന്റെ ഒരു എന്താ പറഞ്ഞേ, അതിന്റെ സീൻ. നിങ്ങൾക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ യോഹന്നാന്റെ ശിഷ്യന്മാർ ഈ പ്രശ്നം പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ പറയുന്ന ഒരു പ്രധാന ഭാഗം ഇങ്ങനെയാണ്: എല്ലാവരും അവന്റെ അടുക്കൽ പോകുന്നു. അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ പോകുന്നു. അപ്പൊ ഇതൊരു വല്ലാത്ത ഒരു ഉത്കണ്ഠയിൽ നിന്ന്, ഒരു ടെൻഷനിൽ നിന്ന് പറയുന്ന വാക്കാ. അവിടെ യേശു എന്ന വ്യക്തി ജനത്തെ വല്ലാതെ ആകർഷിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ ഫാൻസുകൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ചർച്ചാ വിഷയം യോഹന്നാനല്ല, യേശുവാണ്. ഇത്രയും നാൾ യോഹന്നാനായിരുന്നു. ഇപ്പൊ എല്ലാവരുടെയും അവരുടെ കുശലപ്രശ്നത്തിലും, എവിടെ ചായ കുടിക്കാൻ പോയാലും, ബസ്സേ പോയാലും, ഞാനത് അതിശയോക്തിയായിട്ടാ പറഞ്ഞത്, അവർ യാത്രയ്ക്ക് പോയാലും ചർച്ചാ വിഷയം മനുഷ്യരുടെ എല്ലാം കർത്താവായ യേശു ക്രിസ്തു. യോഹന്നാനെ ആൾക്കാർ പയ്യെ മറന്നുകൊണ്ടിരിക്കുക. അപ്പൊ ജനക്കൂട്ടം ഓരോ ദിവസവും യേശുവിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ യോഹന്നാന്റെ ശിഷ്യന്മാർ ദൈനംദിനം ശിഷ്യന്മാരുടെ എണ്ണത്തിൽ ഇങ്ങനെ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മാനുഷികമായ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പ്രതിസന്ധി തന്നെയാണ്. ആരെ സംബന്ധിച്ചിടത്തോളം? യോഹന്നാൻ സ്നാപകനെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? അപ്പൊ ശുശ്രൂഷയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഈഗോ ക്ലാഷ് സംഭവിക്കുക, അല്ലെങ്കിൽ ഈഗോ ഹെർട്ട് ആകുന്ന ഒരു നിമിഷമായത്. ഇപ്പം നമ്മുടെ സഭയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ചില വിശ്വാസികൾ പെട്ടെന്ന് അടുത്തുള്ള മറ്റൊരു സഭയിൽ പോകാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന മനോഭാവം എന്തായിരിക്കും, അല്ലേ? അല്ലെ നമ്മുടെ പട്ടണത്തിൽ പെട്ടെന്ന് നമ്മൾ താമസിക്കുന്ന പട്ടണത്തിലോ സിറ്റിയിലോ പെട്ടെന്നൊരു ചെറുപ്പക്കാരനായ ഒരു പാസ്റ്റർ വന്നു, ഒരു പുതിയ സഭ തുടങ്ങി. പെട്ടെന്ന് നമ്മുടെ സഭയിലുള്ള ആൾക്കാരെ പെട്ടെന്ന് അദ്ദേഹം ആകർഷിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോവുക. അന്നേരം നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു മനോഭാവം എന്തായിരിക്കും? അപ്പൊ അങ്ങനെ ഒരു നിമിഷമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്നാൽ അതിനോടുള്ള യോഹന്നാൻ സ്നാപകന്റെ പ്രതികരണമാണ് ഈ ഭാഗത്തെ മുഴുവൻ സുവിശേഷത്തിലെയും ഏറ്റവും പ്രബോധനമായ ഒന്നാക്കി മാറ്റുന്നത്. ഞാൻ പറയുന്ന കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്ന് കർത്താവ് വരുന്നു, യോഹന്നാന്റെ ഫാൻസ് എല്ലാം ഓരോന്നോരോന്ന് കൊഴിഞ്ഞ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക എല്ലാവരും. സോ ദിസ് ഈസ് ദ മോസ്റ്റ് ഇൻസ്ട്രക്റ്റീവ് ഇൻ ദ എൻറ്റയർ ഗോസ്പൽ. എന്തുവാ? യോഹന്നാന്റെ പ്രതികരണം വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ നമ്മൾ നോക്കേണ്ടത്, അവിടെ അവർ കംപ്ലൈന്റ് പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ശിഷ്യന്മാർ അതിനെ ഫ്രെയിം ചെയ്യുന്ന വാക്ക് നിങ്ങൾ പ്രധാനമായിട്ട് നോക്കി. അവിടെ പറയുന്നത് റബി, അത് എത്രാമത്തെ വാക്യമായിരുന്നു? 26-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നത് റബി,
യോർദാൻ അക്കരെ നിന്നോട് കൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു. നിങ്ങൾക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ വല്ലതും മനസ്സിലായോ? എന്താ ഗ്രഹിക്കാൻ കഴിഞ്ഞ്? യേശുവിന്റെ പേരുച്ചരിക്കാൻ പോലും അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് പറയുന്നത്. യേശുവിനെ അറിയാത്തത് കൊണ്ടൊന്നുമല്ല. യോഹന്നാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇവനാണ് എനിക്ക് മുൻപടയായി, അല്ലെങ്കിൽ ഞാൻ വഴിയൊരുക്കുന്നവൻ, അല്ലെ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പക്ഷെ ഇപ്പോൾ ആൾക്കാരെല്ലാം പോയപ്പോഴത്തേന് ഇവർക്ക് മാനസികമായിട്ട് അങ്ങ് എന്തോ വിഷമോ ദേഷ്യമോ, എന്നിട്ട് പറയുക, ഗുരു നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ. എന്നിട്ട് യേശുവിന്റെ പേര് പറയുന്നില്ല. അപ്പൊ അഭിസംബോധന ചെയ്യുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ആ വാക്കുകളിൽ തന്നെ യേശുവിനോടുള്ള അവരുടെ നീരസം മനസ്സിലാക്കാൻ പറ്റും ശിഷ്യന്മാർക്ക്. കാരണം ഇവര് ചില നാളുകൾ കൊണ്ട് യോഹന്നാൻ സ്നാപകന്റെ കൂടെ നടന്നാണ് ഈ ശിഷ്യന്മാർക്ക് ഒരു ഐഡന്റിറ്റി തന്നെ ഉണ്ടായത്. കുറെ വർഷങ്ങൾ എടുത്തു ഈ ശിഷ്യന്മാർക്ക് ഒരു ഐഡന്റിറ്റി കിട്ടാൻ. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരെന്ന ലേബലിൽ അവർക്ക് സമൂഹത്തിൽ തന്നെ ഒരു വിലയുണ്ടായിരുന്നു. അവരെവിടെ പോയാലും ഒരു സല്യൂട്ട് കിട്ടുമായിരുന്നു, ഇവർക്ക് ഒരു ബഹുമാനം കിട്ടുമായിരുന്നു. ആ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരെ ഇവര് എന്നൊക്കെ പറയുമ്പോഴത്തേന്. അപ്പൊ യോഹന്നാൻ സ്നാപകൻ ഉണ്ടാകുന്ന വിജയം ഈ ശിഷ്യന്മാരുടെ വിജയമാണ്. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ സ്നാപകന്റെ ലൈഫിൽ ഒരു പരാജയം സംഭവിച്ചാലോ അത് ഈ ശിഷ്യന്മാരുടെ പരാജയമായി മാറും. ശരിയല്ലേ? അപ്പൊ ഇത് ശരിക്കും മാനുഷികമായ ഒരു പ്രതികരണമാണ് ഇവർ കാണിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ഇതുപോലത്തെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും ക്രിസ്തുവിനേക്കാൾ നമ്മുടെ ശുശ്രൂഷയോടോ അല്ലെങ്കിൽ നമ്മുടെ നേതാവിനോടോ നമ്മുടെ വ്യക്തിത്വം നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ നേതാവിനോ ആ ശുശ്രൂഷയ്ക്കോ ഒരു പരാജയം നേരിട്ടാൽ ആ പരാജയം നമ്മുടെ പരാജയമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ സഭയ്ക്ക് ഒരു മോശം ബാഡ് മാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ ബാഡ് മാർക്ക് ആർക്കാ സംഭവിക്കുന്നത്? അവിടെ കൂടുന്ന വിശ്വാസികൾക്കെല്ലാം സംഭവിക്കും. ആ ഒരു ഐഡന്റിറ്റി പ്രോബ്ലം ഉണ്ടാവും. ഇന്ത്യ സഭയിലെ വ്യക്തിയായി ഇദ്ദേഹം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലീഡറിന് ഒരു മോശം സംഭവിച്ചാൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് ഒരു പ്രോബ്ലം സംഭവിച്ചാൽ അതിൻ്റെ ഫീഡ്ബാക്ക്, അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്കൂടെ അഫക്റ്റ് ചെയ്യും. അവിടെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് അഫക്റ്റ് ചെയ്യും. നിങ്ങൾക്കറിയാം, പത്രോസ് ഒരു സ്ത്രീയുടെ മുൻപിൽ തള്ളി പറയുമ്പോൾ കാരണം എന്നായിരുന്നു? ആ സ്ത്രീ പറയുന്നത് എന്ത്? ഇവനും അവന്റെ കൂടെ നടന്നവനല്ലേ. പെട്ടെന്ന് പത്രോസിന്റെ ഉള്ളൊന്ന് പെടച്ചു, അല്ലേ? നിമിഷ നേരം കൊണ്ടാ തള്ളി പറഞ്ഞ്, ഞാൻ അവന്റെ കൂടെ ഒന്നുമല്ല. എന്തുകൊണ്ടായിരിക്കും? യേശുവിനുണ്ടാകുന്ന പ്ലസും മൈനസും അഫക്റ്റ് ചെയ്യും ആർക്ക്? ശിഷ്യന്മാർക്ക്. ഇതുകൊണ്ടാണ്. അപ്പൊ യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് അതാണ് അവിടെ അനുഭവിക്കേണ്ടി വന്നത്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ ആ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നുള്ള വ്യത്യസ്തമായ രീതിയാണ് അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ശിഷ്യന്മാർക്ക്. എങ്ങനെ ആ പ്രതിസന്ധിയെ യോഹന്നാൻ ഡീൽ ചെയ്തു? അതിന്റെ 22, 23, 26 വരെ നോക്കി. ഇനി 27 മുതൽ 29 വരെ ഒന്ന് വായിച്ചാട്ട് യോഹന്നാന്റെ അതിന്റെ റെസ്പോൺസ് എങ്ങനെയാണ് യോഹന്നാൻ അതിനെ ഡീൽ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടില്ലാത്ത മനുഷ്യന് ഒന്നും ലഭിക്കാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തു അല്ല, അവന് മുൻപായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരേണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. 29 വരെ. ഓക്കെ. ഇനി നമ്മൾ അതിന്റെ ഇതിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനം ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ 27-ാം വാക്യം, അവിടെ യോഹന്നാൻ സ്നാപകന്റെ പ്രതികരണമാണ് നമ്മൾ വളരെ നോട്ടബിൾ ആയിട്ട് എടുക്കേണ്ട ഒരു ഭാഗം. അപ്പൊ യോഹന്നാന്റെ ആദ്യ പ്രതികരണം വൈകാരികമായ ഒരു പ്രതികരണം അല്ലായിരുന്നു, ഒരു ഇമോഷണൽ പ്രതികരണം അല്ലായിരുന്നു.
ഇനി ഡിഫൻസീവ് പ്രതികരണമല്ലായിരുന്നു. അവരെ എന്താ ഈ പറയുന്നത്, ഒരു പ്രതിരോധം സൃഷ്ടിച്ച ഒരു പ്രതികരണവും യോഹന്നാൻ ചെയ്തില്ല. നമ്മൾ അവിടെ കാണുന്ന യോഹന്നാന്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞ ഒരു തിയോളജിക്കലി ആയിരുന്നു, ഒരു ദൈവശാസ്ത്രപരമായിട്ടാണ് അത് മനസ്സിലാക്കാൻ. അവിടെ എഴുതിയിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിപ്പാൻ കഴിയത്തില്ല. അങ്ങനെയല്ലേ അവിടെ പറഞ്ഞത്? സ്വർഗത്തിൽ നിന്ന് 27-ാം വാക്യം, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിപ്പാൻ കഴിയത്തില്ല. അപ്പൊ ശിഷ്യന്മാര് ഭയങ്കര ആകുല ചിത്തരായി, ദേഷ്യത്തോടോ വിഷമത്തോടോ അവരുടെ ഈഗോ ക്ലാഷ് ആയിട്ട് വന്ന പരാതി പറയുമ്പോൾ യോഹന്നാൻ വളരെ കൂളായിട്ട് അവർക്ക് മറുപടി പറയുക, ഇമോഷണൽ ആകാതെ, ഒരു ഡിഫെൻസീവ് മോഡിലാകാതെ പറയുകയാണ്, സഹോദരന്മാരെ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യർക്കൊന്നും ലഭിപ്പാൻ കഴിയത്തില്ല. ഈ ഒരൊറ്റ വാചകം അവന്റെ ശിഷ്യന്മാർക്ക് അവനോട് പറഞ്ഞ എല്ലാ ഉത്കണ്ഠയും ഇല്ലാതാക്കി കളഞ്ഞു. കാരണം യോഹന്നാന് ലഭിച്ച എല്ലാം, യോഹന്നാൻ കഴിഞ്ഞ നാട്ടിൽ ഉണ്ടാക്കിയെടുത്ത സകലതും എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ ശുശ്രൂഷകൾ, യോഹന്നാന്റെ പുറകെ വന്ന വലിയ ജനക്കൂട്ടം, യോഹന്നാൻ ആ സമൂഹത്തിലുണ്ടായിരുന്ന വലിയ സ്വാധീനം, അവന്റെ സമൂഹത്തിലുണ്ടായിരുന്ന വലിയ പങ്ക്, ഈ സംഭവങ്ങളെല്ലാം യോഹന്നാൻ ഒരു കാര്യം അറിയും, ഇതെല്ലാം എനിക്ക് ദൈവം തന്നതാണ്. യോഹന്നാൻ ഇത് സ്വയം നേടിയെടുത്തല്ലെന്നുള്ള ബോധ്യം തനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അനുഭവങ്ങളൊക്കെ മറ്റൊരാൾക്ക് കൂടുതൽ നൽകാൻ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അത് ദൈവത്തിന്റെ അവകാശമാണെന്നുള്ള ബോധ്യം യോഹന്നാൻ ഉണ്ടായി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യോഹന്നാൻ പറയുന്നതിന്റെ ആശയം ഇത്രയേ ഉള്ളൂ, എനിക്ക് ദൈവം ഇതൊക്കെ തന്നെങ്കിൽ എന്നെക്കാൾ കൂടുതൽ മറ്റൊരാൾക്ക് ഇത് കൊടുക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നിയ ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യം. ദൈവത്തിന് അതിന് തുല്യ അവകാശമുണ്ട്. ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന് നിർണയിക്കുന്നത് ദൈവം തമ്പുരാനാണ്. അപ്പൊ യോഹന്നാൻ തന്നെ ഏൽപ്പിച്ചതിൽ ഒരു കാര്യസ്ഥൻ മാത്രം, അതിന്റെ ഉടമയല്ല. നമുക്കറിയാം, കർത്താവ് ഒരു ഉപമയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയും അല്ലേ? ഒരു ഉടമസ്ഥൻ അവന്റെ വീട്ടില്, ഒരു യജമാനൻ അവന്റെ വീട്ടിൽ പാടത്ത് പണിക്ക് വേണ്ടി കുറെ പണിക്കാരെ നിർത്തുന്നുണ്ട്. രാവിലെ 9 മണിക്ക് വന്നവര്, ഉച്ചയ്ക്ക് 11 മണിക്ക് വരുന്നവര്, പിന്നെ 1 മണിക്ക് വരുന്നവര്, ഏറ്റവും അവസാനം 6 മണിക്ക് ജോലി തീരുമ്പോൾ 5 മണിക്ക് വരുന്നവരുമുണ്ട്. 5 മണിക്ക് വന്നവൻ മുതൽ രാവിലെ 10 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് വന്നവൻ എല്ലാവർക്കും വൈകിട്ട് കാശ് കൊടുത്തപ്പം ഓരോ ഷെക്കേൽ വെച്ച് കൊടുക്കുകയാണ്, ഓരോ പണം വെച്ച് കൊടുക്കുക. അപ്പൊ ആദ്യം വന്നവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അവരെന്നാ പറയുന്നത്? നീ ഇവരോട് വേറെ കൃത്യം കാണിച്ചെന്നാ പറയും. പക്ഷെ യജമാനിന്റെ മറുപടി എന്താ? സഹോദരൻ, ഞാൻ നിന്നോട് പറഞ്ഞൊത്തത് എന്തായിരുന്നു? ഒരു പണമായിരുന്നു. അത് ഞാൻ നിന്നോട് ഫെയ്ത്ത്ഫുൾ ആയി. ഈ 5 മണിക്ക് വന്നവനും കൊടുക്കാൻ എനിക്ക് മനസ്സാണ്. അത് എൻ്റെ റൈറ്റ് ആണ്, എൻ്റെ അവകാശമാണ്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ യോഹന്നാന് ലഭിച്ചതെല്ലാം ദൈവത്തിൽ നിന്നാണ് ലഭിച്ചത്. ദൈവം ഇത് ആർക്കൊക്കെ കൊടുക്കണമെന്ന് ദൈവം തീരുമാനിക്കും. ദൈവത്തിന്റെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. യോഹന്നാനെ, നീ ഇതിന്റെ സ്റ്റീവാർഡ്ഷിപ്പാണ്, നിനക്ക് ലഭിച്ചിരിക്കുന്നതിന്റെ എന്താ പറയുന്നത്, നീ ഇതിന്റെ ഒരു ദാസനാണ്, നീ ശുശ്രൂഷ ചെയ്യുന്നവനാണ്, നീ ഇതിന്റെ ഓണർ അല്ല എന്നാണ് ഈ ഒരു ബോധ്യം യോഹന്നാൻ ഉണ്ടായിരുന്നു. അപ്പൊ യോഹന്നാൻ സ്നാപകന്റെ ഈ ഒരു പ്രതികരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിനയത്തിന്റെ ഒരു ഭാവം അല്ലെ, അദ്ദേഹത്തിന്റെ ഹ്യൂമിലിറ്റി കാണിക്കുകയാണ്. അത് അഭിമാനം കുറഞ്ഞിട്ടല്ല, അദ്ദേഹം വ്യാജമായിട്ടൊരു എന്താ പറയാ, ഒരു എളിമ കാണിച്ചതല്ല. ചിലര് ഷോ കാണിക്കാൻ വേണ്ടി ഒന്ന് താഴ്ത്തി കാണിക്കും അല്ലേ, അടിയൻ എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ കാണിച്ചതല്ല. തനിക്ക് ലഭിച്ച സകല ശുശ്രൂഷകളും അതെവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ തനിക്ക് ലഭിച്ചതെന്നുള്ള വളരെ കൃത്യമായ ധാരണ യോഹന്നാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരിക്കലും സ്വന്തമല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചും നമ്മൾ പൊസസീവ് ആകാൻ പാടില്ല. നമുക്ക് ലഭിക്കുന്ന ശുശ്രൂഷകൾ, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വിലപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ഇതിൻ്റെയൊക്കെ സ്റ്റീവാർഡ്ഷിപ്പാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നുള്ളൊരു ബോധ്യമാണ് ഇതിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ നാം നമ്മെ തന്നെ സ്വയം ശോധന ചെയ്യണം. കഴിഞ്ഞ നാളുകൾ കൊണ്ട്
നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്തും, അതൊരു പദവിയാകാം, പ്രശസ്തിയാകാം, ഒരു സ്വാധീനമായിരിക്കാം, ഒരുപക്ഷെങ്കിൽ അത് കർത്താവ് അത് മറ്റൊരാളിലേക്ക് കൊടുക്കുമ്പോൾ ശരിക്കും നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? അതാണ് നമ്മളോട് മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു ഔദാര്യമായ മനോഭാവത്തോടെയാണോ ആ പ്രതികരണത്തെ നമ്മൾ കാണാൻ പോകുന്നത്, അതോ മനസ്സ് തകർന്നവനെ പോലെ ഒരു ഉത്കണ്ഠ വന്നവരായി ആ സാഹചര്യത്തെ വീക്ഷിക്കുന്നവരാണ്? അപ്പൊ ഈ 27-ാം വാക്യത്തോട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ഇത് പ്രതികരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുക. സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യർക്കൊന്നും ലഭിക്കുകയില്ല. തുടർന്ന് 28-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ മശിഹയല്ല, അല്ലെ? 28-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ക്രിസ്തു അല്ല, അവന് മുൻപായി അയക്കപ്പെട്ടവൻ അത്രേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ ക്രിസ്തു അല്ലെന്ന് പറഞ്ഞുകൊണ്ടാ. അപ്പൊ ഈ ഭാഗം ആദ്യമായിട്ടല്ല യോഹന്നാൻ പറയുന്നത്. 1-ാം അധ്യായത്തിൽ തന്നെ അദ്ദേഹം ഇത് പറയുന്നുണ്ട്, നമ്മളത് പഠിച്ചായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഐ എം നോട്ട് ദ മസിഹ. കാരണം ഇതുവരെ അവന്റെ ശിഷ്യന്മാർക്ക് ഇത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം യോഹന്നാൻ അന്ന് ഈ വിഷയം പറയുമ്പോൾ യോഹന്നാൻ ആള് കുറവൊന്നുമില്ല, ഇഷ്ടം പോലെ ആൾക്കാർ യോഹന്നാന്റെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നം അവർ നേരിട്ടില്ല. ശിഷ്യന്മാർക്ക് ആ ഒരു പോരായ്മ ഫീൽ ചെയ്തില്ലായിരുന്നു. ഉണ്ടായിരുന്നോ? അന്ന് യോഹന്നാന്റെ ചുറ്റും ആൾക്കാരായിരുന്നു, ജനക്കൂട്ടം അന്ന് യോഹന്നാന്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് അവർക്ക് ആ വിഷയം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യോഹന്നാന്റെ ദൗത്യവും യേശുവിന്റെ ദൗത്യവും ഒരേപോലെ മുമ്പോട്ട് പോകുമെന്ന് അന്ന് ശിഷ്യന്മാർ കരുതിയത്. യോഹന്നാൻ ഇവിടെ ശുശ്രൂഷിക്കുന്നു, യേശു വേറൊരിടത്ത് ശുശ്രൂഷിക്കുന്നു, ഇത്രയും അവർ ചിന്തിച്ചുള്ളൂ. യോഹന്നാന്റെ ശിഷ്യന്മാർ കൊഴിഞ്ഞു പോകുന്നുള്ള ചിന്ത അവർക്ക് സ്വപ്നത്തിൽ പോലും ഉണ്ടായില്ല. മനസ്സിലായോ? എന്നാൽ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്, യോഹന്നാന് നമ്മളെ റേസിങ്ങിനകത്ത് കാണുന്നത് പോലെ ബാറ്റൻ കൈമാറുന്ന ശുശ്രൂഷയായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും രണ്ട് നിലയിൽ രണ്ട് സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നവരെന്ന ചിന്താഗതിയായിരുന്നു അന്ന് യോഹന്നാന്റെ ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. ശരിക്കും ഇവിടെ ആവശ്യമായ ഒരു മാനസിക സ്ഥിരതയാണ് ഇവർക്ക് വേണ്ടിയിരുന്നത്. യോഹന്നാന്റെ ഈ ഒരു വ്യക്തിത്വത്തിന് യാതൊരു കോട്ടവും അവിടെ സംഭവിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നില്ല. യോഹന്നാൻ വളരെ കൂളായിട്ട് ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്തു. യോഹന്നാന്റെ ശുശ്രൂഷയുടെ ഭയങ്കര വിജയമായിരുന്നു എന്നതിന്റെ അടിസ്ഥാനം കൊണ്ടല്ല, ജനക്കൂട്ടം അവൻ ഒത്തിരി വർദ്ധിച്ചത് കൊണ്ടുമല്ല, ഇനി അവന്റെ ശിഷ്യന്മാർ ഭയങ്കര വിശ്വസ്തരായിരുന്നു എന്നതിന്റെ അടിസ്ഥാനം കൊണ്ടുമല്ല. പിന്നെന്തായിരുന്നു? യോഹന്നാന് തന്റെ നിയോഗത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് യോഹന്നാൻ പറയുകയാണ്, എൻ്റെ ഐഡന്റിറ്റിക്ക് യാതൊരു കോട്ടവും ഇതുകൊണ്ട് സംഭവിക്കുന്നില്ലെന്ന്. അവനെ അയച്ചത് ആരാണെന്നും എന്തിനു വേണ്ടിയാണ് യോഹന്നാനെ അയക്കപ്പെട്ടത് എന്നുള്ള നല്ല ബോധ്യം അവനുണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ ഈ ഐഡന്റിറ്റി ലോക മനുഷ്യരുടെ മുൻപില് നമുക്ക് ലഭിക്കുന്ന ഈ മാന്യതയേക്കാൾ നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ദൈവനിയോഗത്തിലായിരുന്നു എന്ന ബോധ്യം എപ്പോഴും നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ ശുശ്രൂഷ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആള് കുറയുന്നതൊന്നും നിങ്ങളെ ഫീൽ ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാകുന്നത്. കർത്താവിന്റെ ശുശ്രൂഷ നിങ്ങൾ വിശ്വസ്തയോടുകൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആള് കുറഞ്ഞേക്കാൻ, ദൈവത്തിന് മറ്റൊരു പദ്ധതി ഉണ്ടായിരിക്കും എന്ന് കരുതിക്കോണം. ആ വിഷയത്തിൽ നമ്മൾ നിരാശപ്പെടുവാൻ പാടില്ലെന്നാണ് ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത നമ്മൾ 29-ാം വാക്യത്തിലേക്ക് നമ്മൾ വായിച്ചത്, അവിടെ ഈ മണവാളന്റെയും മണവാട്ടിയുടെയും രൂപകം എടുത്തുകൊണ്ടാണ് യോഹന്നാൻ അവിടെ സംസാരിക്കുന്നത്. 29-ാം വാക്യം അവിടെ നമ്മൾ വായിച്ചതും, മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു, ഈ എൻ്റെ സന്തോഷം പൂർണ്ണമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. വളരെ ആഴത്തിൽ ഗ്രഹിക്കേണ്ടിയ ഒരു സന്ദർഭമാണ് ഈ ഒരു സ്റ്റോറി, അല്ലെങ്കിൽ ഈ ഒരു മെറ്റഫർ അദ്ദേഹം എടുത്തു പറയുന്നത്.
അപ്പൊ 1-ാം നൂറ്റാണ്ടിലെ വിവാഹത്തെക്കുറിച്ച്, യഹൂദ വിവാഹത്തെക്കുറിച്ച്, അതിന്റെ സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. 1-ാം നൂറ്റാണ്ടിലെ യഹൂദ വിവാഹത്തിൽ മണവാളന്റെ സ്നേഹിതൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. മണവാളന്റെ സ്നേഹിതൻ. ആ വ്യക്തി ആരായിരിക്കും? ആ വ്യക്തിയാണ് ആ കല്യാണത്തിന്റെ എല്ലാ കാര്യവും നോക്കി നടത്തുന്നത്. നമ്മൾ ഇന്ന് പണ്ടത്തെ കല്യാണമൊക്കെ ആയിരുന്നെങ്കിൽ ആ വീട്ടുകാരൻ്റെ ഉത്തരവാദിത്വമാണ് ആൾക്കാരെ ക്ഷണിക്കുക, ആൾക്കാർക്ക് വേണ്ടുന്ന അതിൻ്റെ കുറി അടിക്കാൻ പോവുക, അതിൻ്റെ മാറ്റർ തയ്യാറാക്കുക, ഫുഡിൻ്റെ കാര്യം തയ്യാറാക്കുക, വണ്ടി തയ്യാറാക്കണം, സ്റ്റേജ് അറേഞ്ച് ചെയ്യണം, പിന്നെ വീട്ടിലെ ഭക്ഷണം, എല്ലാവരും വരുന്നിടത്തെ ഭക്ഷണം, ഭക്ഷണത്തിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടി, സകല സാധനവും വീട്ടുകാർ ഭയങ്കര ടെൻഷനാണ്. എങ്ങോട്ടൊക്കെ ഉടനെ ആരും ശ്രദ്ധിക്കാൻ നേരമില്ല. ഇന്നത്തെ പല കല്യാണങ്ങളും ഈ ടെൻഷൻ ഇല്ലാതെ നടക്കുന്നുണ്ട്. കാരണം ഇവന്റ് മാനേജ്മെന്റ് വന്നിട്ടുണ്ട്. ഈ ഇവന്റ് മാനേജ്മെന്റ് വന്നോടുകൂടി ഈ വീട്ടുകാരൻ ഒരാളെ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി. മനസ്സിലായോ? വണ്ടിയുടെ വേണമെങ്കിലും ജോണിച്ചാനെ വിളിക്കും. ജോണിച്ച വണ്ടിയുടെ കാര്യം അറേഞ്ച് ആയോ? ഓക്കെ, ഏറ്റു സാറേ എന്ന് പറയും. അത് ഭക്ഷണത്തിന്റെ കാര്യത്തിനെ കുറിച്ച് ചോദിക്കും, ഇന്ന സാധനം വേണം, അതും ജോണിച്ചാനെയാണ് വിളിക്കുന്നത്. മനസ്സിലായോ? ചെറുക്കനും പെണ്ണിനും പോകാനുള്ള വണ്ടിയുടെ കാര്യം ജോണിച്ചാനെയാണ് വിളിക്കുന്നത്. ക്യാമറ, വീഡിയോ, സ്റ്റേജ് എല്ലാം ഈ ഒറ്റ വ്യക്തിയാണ് വിളിക്കുന്നത്. അപ്പൊ ഈ മണവാളന്റെ സ്നേഹിതൻ എന്ന് പറയുന്ന ഒരാള് യഹൂദ വിവാഹ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നു ഈ കല്യാണം ഏറ്റവും ഭംഗിയാക്കി നടത്തി കൊടുക്കുക എന്നുള്ളത്. അപ്പൊ കല്യാണത്തിന് വേണ്ടുന്ന എല്ലാ കാര്യവും അദ്ദേഹം ഒരുക്കി മണവാളനെയും മണവാട്ടിയെയും ഈ കല്യാണം നടക്കുന്ന കൂടാരം വരെ കൊണ്ടെത്തിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. ഒരുമിച്ച് ആനയിക്കുക മാത്രമല്ല, ഈ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഈ സ്നേഹിതന്റെ ഉത്തരവാദിത്വം. അപ്പൊ കല്യാണം കൂടുന്നതും കല്യാണം നടത്തുന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം. എങ്ങനെങ്കിലും വിവാഹം വളരെ ഭംഗിയാക്കി നടത്തണം. അപ്പൊ മണവാളന്റെ സ്നേഹിതനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. മനുഷ്യൻ തന്നെ ശ്രദ്ധിക്കുന്നതല്ല തനിക്കിപ്പോൾ വിഷയം. മണവാളൻ, അവിടെ ഒരു വാക്ക് പ്രധാനമായിട്ട് എഴുതിയിട്ടുണ്ട്, മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. എന്താണ് ആ സ്വരം എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയത്തില്ല എങ്കിൽ കൂടിയും നമുക്കൊരു ചിന്തിക്കാവുന്നത്, ഈ മണവാളൻ സന്തോഷത്തിന്റെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രതിബദ്ധതയുടെ ഒരു വാക്ക് പറയുന്നതായിരിക്കും. നമുക്ക് ഈ ഇംഗ്ലീഷ് വിവാഹങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഈ പുറം നാടുകളുടെ വിവാഹത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു വിവാഹത്തിന്റെ കൺസെപ്റ്റില് നമുക്ക് ഏകദേശം ഗ്രഹിക്കാൻ പറ്റും. ഈ മണവാളൻ വന്നു കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ അവര് മണവാളൻ ഒരു വാക്കുകൾ പറയും, ലെറ്റ് ദ സെലിബ്രേഷൻ ബിഗിൻസ്, അല്ലെ, ലെറ്റ് ദ സെലിബ്രേഷൻ സ്റ്റാർട്ട്, അല്ലെങ്കിൽ പറയും ദ ബ്രൈഡ് ഈസ് മൈൻ, ഇന്ന് മുതൽ ഈ ബ്രൈഡ് എന്റെയാണ്. ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ ഒക്കെ കൊണ്ടുവരും. അതൊരു പ്രത്യേക മൈക്കിൽ കൂടെ വിളിച്ചു പറയും. മനസ്സിലായോ? കാരണം ആ മണവാളൻ കയറി വരുന്നു, മണവാട്ടിയെ കാണുന്നു, അവന്റെ സ്വന്തമാണെന്ന് അവൻ ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ഒരുപക്ഷെ അതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം ഇവിടെ പറയുന്നത്. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. അങ്ങനെ മണവാളൻ എത്തിക്കഴിയുമ്പോൾ കല്യാണം യഥാർത്ഥത്തിൽ ആരംഭിക്കുക. ആ നിമിഷമാണ് ഈ വരൻ വധുവിനോട് സംസാരിക്കുന്നത്. അവര് തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ, അവര് തമ്മിൽ ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ സുഹൃത്തിന്റെ എല്ലാ ഉത്തരവാദിത്വം അവിടെ കൊണ്ട് തീരുകയാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? സുഹൃത്തിന്റെ ഉത്തരവാദിത്വം. അതുവരെ എല്ലാവരും ഈ സുഹൃത്തിനെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. മണവാളൻ വീട്ടിലിരുന്നപ്പോഴും മണവാട്ടിയുടെ വീട്ടിൽ ഇരുന്നപ്പോഴും ഈ സുഹൃത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നു എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് വരിക, എല്ലാ സാധനവും ഒരുക്കുക. എല്ലാവരും നോക്കുന്നത് ഈ സുഹൃത്തിനെയാ. സുഹൃത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരെ അലഞ്ഞു നടക്കുകയാ, ഭയങ്കര ബിസി. എന്നാണ് മണവാളിനും മണവാട്ടിയും വന്നു കഴിയുമ്പോൾ ഒരൊറ്റ മനുഷ്യൻ ഈ സുഹൃത്തിനെ നോക്കണ്ട, നേരെ നോക്കുന്നത് മണവാളിനും മണവാട്ടിയും വരുന്നതാ നോക്കുന്നത്. അത് മാത്രമല്ല, മണവാളിനും മണവാട്ടിയും തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് ഇവര് ഒന്നായി കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകുമ്പോൾ സകല ആൾക്കാരും ഫോളോ ചെയ്യുന്നത് പിന്നെ മണവാളിനെ മണവാട്ടിയുടെയും പുറയിലായിരിക്കും. നിങ്ങൾ ഈ ചിത്രം കണ്ടോ? എല്ലാ ആൾക്കാരും അങ്ങോട്ട് പോകുന്നു, ഇവരിവിടെ ഏകനായി നിൽക്കുന്നൊരു ചിത്രം. കരഞ്ഞുകൊണ്ടാണോ നിൽക്കുന്നത്? അല്ല, ചിരിച്ചുകൊണ്ട്. എന്തുകൊണ്ടായിരിക്കും? മണവാളുടെ സ്വരം കേട്ട് കഴിഞ്ഞാൽ ഈ സ്നേഹിതൻ പിന്നെ പിന്നോട്ട് വലിയുകയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ റോള് കംപ്ലീറ്റ് ആയി, അദ്ദേഹത്തിന്റെ വേഷം പൂർണ്ണമായി. അപ്പൊ ഈ സുവിശേഷം എഴുതിയ യോഹന്നാന്റെ അഭിപ്രായത്തിൽ ഇതൊരു ദുഃഖകരമായ നിമിഷമല്ല.
ഒരു സ്നേഹിതനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണിത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യോഹന്നാൻ സ്നാപകൻ ഈ രൂപകത്തെ അല്ലെങ്കിൽ ഈ ഒരു യഹൂദ വിവാഹത്തെ തന്റെ ജീവിത ഉദ്ദേശവുമായി ബന്ധപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. മണവാളൻ എന്ന് പറയുന്നത് യേശുവിനെയാണ് കാണിക്കുന്നത്. മണവാട്ടി എന്ന് പറയുന്നത് ദൈവജനത്തെയാണ് കാണിക്കുന്നത്. മണവാളന്റെ സ്നേഹിതൻ എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകനെയാണ് കാണിക്കുന്നത്. മണവാളന്റെ സ്വരമോ അത് യേശുവിന്റെ വചനവും ശുശ്രൂഷയുമാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. എങ്ങനെയാണ് യോഹന്നാൻ ഈ ഒരു രൂപകത്തെ എടുത്ത് തൻ്റെ പ്രസംഗത്തിൽ തൻ്റെ ആശയത്തിൽ ഉൾക്കൊള്ളിച്ചെന്ന് മനസ്സിലാക്കാൻ. അപ്പൊ യേശുവിന് വഴി ഒരുക്കാൻ വേണ്ടി, അല്ലെ മണവാട്ടിയെ ഒരുക്കിയെടുക്കാൻ വേണ്ടി, യേശുവിന് വഴി ഒരുക്കാനും മണവാട്ടിയെ ഒരുക്കിയെടുക്കാനും യോഹന്നാന്റെ മുഴുവൻ ശുശ്രൂഷ നിലകൊണ്ടത് അതിനു വേണ്ടിയാണ്. എന്നാൽ ഇപ്പോൾ ഇതാ യേശു കർത്താവ് വന്നെത്തിയിരിക്കുക. ജനങ്ങളോട് താൻ നേരിട്ട് സംസാരിക്കുകയും ചെയ്തതുകൊണ്ട് യോഹന്നാന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ ആൾക്കാരെല്ലാം യേശുവിന്റെ പുറകിലേക്ക് നീങ്ങുന്നത് കാണുമ്പോൾ ഇത് യോഹന്നാന്റെ ശുശ്രൂഷയുടെ പരാജയമല്ല. താൻ ഏത് നിയോഗത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടോ, ഏതിനു വേണ്ടി യോഹന്നാൻ അയക്കപ്പെട്ടോ, ആ പദ്ധതിയുടെ പൂർണ്ണ വിജയമാണ് യോഹന്നാൻ സ്നാപകൻ അവിടെ പറഞ്ഞു വെക്കുന്നത്. അല്ലേ? 29 വാക്യം, ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. ഇത് തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള രാജിവെപ്പല്ല, അല്ലെ, റിസൈൻ ചെയ്തതല്ല, താൻ ഒരു വീരസാഹസികം ചെയ്തതല്ല. യേശുവിന്റെ അനുയായികൾ വർദ്ധിക്കുന്നതിൽ യോഹന്നാൻ അത്യന്തം സന്തോഷിക്കുന്നതിന് അതിന്റെ അർത്ഥം. കാരണം ആ വളർച്ച യോഹന്നാന്റെ ദൗത്യം പൂർത്തീകരിച്ചു എന്ന് കാണിക്കുന്നത്. അവന്റെ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ചെയ്തു. ആരും യേശുവിന്റെ പുറകെ പോയില്ലായിരുന്നെങ്കിലോ? യോഹന്നാൻ വന്നതിന്റെ യാതൊരു ഉദ്ദേശവുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, that joy is mine and it is now complete. അപ്പൊ ബൈബിളിലെ ഏറ്റവും എന്താ പറയാ ഒരു വിപരീത സാംസ്കാരിക മനോഭാവങ്ങളിൽ ഒന്നാണിത്. ദ മോസ്റ്റ് കൗണ്ടർ കൾച്ചറൽ ആറ്റിറ്റ്യൂഡ് ഇൻ ദ എൻറ്റയർ ബൈബിൾ. എങ്ങനെ അത് മനസ്സിലാക്കുന്നത്? കാരണം മിക്ക ആളുകളും അവരുടെ വിജയം അളക്കുന്നത്, അവരുടെ സക്സസ് അളക്കുന്നത് അവർ നേടിയ കാര്യങ്ങൾ കൂടിയാണ്, അല്ലെ? അവർ നേടിയ അനുയായികൾ, അവരുടെ വർദ്ധിച്ചു വരുന്ന സഭയിലെ വിശ്വാസികൾ, അവർക്ക് ലഭിക്കുന്ന സ്തോത്രകാഴ്ചകൾ, ദശാംശങ്ങൾ, സ്വാധീനങ്ങൾ, അവർക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു നേതാവാണെന്ന് പറയുന്നത്. നാം നേടിയ ആളുകളെ യേശുവുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അവരെ യേശുവിന് സമ്മാനിക്കാൻ കഴിയുന്നുണ്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് തന്നിൽ നിന്ന് യേശുവിലേക്ക് ആളുകൾ എത്രത്തോളം ഫലപ്രദമായി നയിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് യോഹന്നാൻ സ്നാപകൻ തന്റെ വിജയം അളക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ തനിക്ക് 10,000 പേർ ഉണ്ടായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. ഇന്നൊരു പക്ഷെ അവന്റെ ആരും കാണത്തില്ല. അവൻ വട്ടപൂജ്യമായിട്ട് ഇവിടെ ഏകനായി നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്, സന്തോഷത്തോടാണ് നിൽക്കുന്നത്. എൻ്റെ 10,000 പേരെ ഞാൻ യേശുവിന് ഗിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഇതായിരിക്കണം ഗോസ്പൽ. ഇതാണ് നമ്മുടെ മിഷൻ. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് ഈ 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അവനാണ് സാക്ഷാൽ നേതാവ്, അവനെ അനുകരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വാക്കുകള് അവിടെ നിർത്തുവാൻ സമയമായി. 29-ാം വാക്യം കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് 30-ാം വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കുവാൻ കർത്താവ് സഹായിക്കും. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ശുശ്രൂഷയിലായിരിക്കുന്ന നാം ഓരോ വ്യക്തികളും, ഓരോ പാസ്റ്ററും, ഓരോ ബൈബിൾ അധ്യാപകനും, ഓരോ കൊയർ ലീഡറും, ഓരോ സഭാ മൂപ്പനും, ഓരോ വിശ്വാസിയും ആരാന്നറിയാമോ? മണവാളന്റെ സ്നേഹിതനും കൂടെ. മണവാട്ടി മാത്രമല്ല, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച അവന്റെ ബ്രൈഡ് മാത്രമല്ല, നമ്മൾ അവന്റെ ഫ്രണ്ടും കൂടെയാണ്. സ്തോത്രം. അപ്പൊ ഒരു സ്നേഹിതന്റെ പങ്ക് നിങ്ങൾ നിവർത്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൊണ്ടാണ് ഞാൻ ഇവിടെ ക്ലാസ് നിർത്തുന്നത്. പ്രൈസ് ഗോഡ്. ഒരു സ്നേഹിതന്റെ പങ്ക് നമ്മൾ നിവർത്തിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടോ എന്നല്ല ചോദ്യം. മണവാളന്റെ സ്നേഹിതൻ എന്ന നിലയിൽ നിങ്ങൾ നടത്തുന്ന ശുശ്രൂഷയിലൂടെ
അവർ യേശുവിനെ കണ്ടെത്തുന്നുണ്ടോ? നിങ്ങളെക്കാൾ കൂടുതൽ മറ്റൊരാൾ ശുശ്രൂഷയിൽ ശോഭിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മനോഭാവം എന്തായിരിക്കും? നിങ്ങളുടെ ശുശ്രൂഷ കാലത്ത് തന്നെ സ്വന്തം സ്റ്റേജ് കെട്ടിപ്പടുത്തി ഉയർത്തുവാനാണോ നോക്കുന്നത്? അതോ ദൈവരാജ്യത്തിന് വേണ്ടി ചിലരെയും കൂടി ഒരുക്കിയെടുക്കുവാൻ നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഇത് നമ്മോടുള്ളൊരു ചോദ്യമായി ഈ സംഭാഷണത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വിരൽ ചൂണ്ടുകയാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, ഞാൻ അങ്ങയുടെ മണവാട്ടി എന്ന നിലയിൽ മാത്രമല്ല, ഞാൻ അങ്ങയുടെ ഒരു സ്നേഹിതനും കൂടെ ആയിത്തീരുവാൻ അവിടുന്ന് എന്നെ ഉപയോഗിക്കണം. എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ പറ്റും? ഞാൻ ഒരാളെ വചനം പഠിപ്പിക്കുമ്പോൾ, ഞാൻ ദൈവസഭയിൽ വചനം ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ അനുയായികൾ നീയുമായിട്ട് ബന്ധപ്പെടണം. ഞാൻ നേടിയെടുത്ത, ഞാൻ സ്നാനപ്പെടുത്തുന്ന, ഞാൻ മൂലവിശ്വാസത്തിൽ വന്ന 100% ആൾക്കാരും ഈ യേശുവിൻ്റെ പുറകാലെ അനുഗമിക്കുന്നത് എനിക്ക് കാണണം. ഈ ഒരു മനോഭാവത്തിൽ മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മൾക്ക് വലിയ ആത്മീയ ദർശനം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് നമ്മുടെ അശോക് ബ്രദർ പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ஹalleluya. கர்த்தாவே மத்துதிக்கிறோம் அப்பா. இயேசுவே ஸ்தோத்திரம் 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 ஸ்தோத்திரம். அல்லேலூயா. ஏசப்பா, நாங்கள் துதிக்கிறோம். எங்களுக்கு தந்ததான நல்ல நேரத்திற்காக நாங்கள் உமக்கு நன்றி செலுத்துகிறோம் கர்த்தாவே. உம்முடைய வார்த்தைகளை தியானிப்பதற்கு நீர் தந்த நல்ல கிருபைக்காக உமக்கு நன்றி கர்த்தாவே. யாருக்கும் கிடைக்காத ஒரு பாக்கியம் எங்களுக்கு நீர் தந்திருக்கிறீர் கர்த்தாவே. அதற்காக நாங்கள் உமக்கு நன்றி செலுத்துகிறோம். இந்த உலகத்திலே நாங்கள் தான் பாக்கியவான்கள் கர்த்தாவே. உம்முடைய வார்த்தைகளை தியானிக்கிற நாங்கள் கர்த்தாவே இந்த உலகத்தில் எப்போதும் பாக்கியவான்களாக நாங்கள் இருக்கிறோம். அதற்காக நாங்கள் உமக்கு நன்றி செலுத்துகிறோம் கர்த்தாவே. இந்த வார்த்தைகளை எங்களுக்கு படிப்பித்து தந்த கர்த்தாவே, உம்முடைய மகனை உம்முடைய பாதத்தை நாங்கள் வைக்கிறோம் கர்த்தாவே. உம்முடைய சத்தத்தை நாங்கள் கேட்டோம் கர்த்தாவே. அநேக ரகசியங்களை கர்த்தாவே நீர் எங்களுக்கு வெளிப்படுத்தி இருக்கிறீர். அதற்காக நாங்கள் உமக்கு நன்றி செலுத்துகிறோம் கர்த்தாவே. உம்முடைய வாசனங்கள், உம்முடைய வார்த்தைகள் திரும்ப தியானிக்க 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 புதுவிதமான கருத்துக்கள் எங்களுடைய மனதிலே வருகிறது கர்த்தாவே. அதற்காக நாங்கள் உமக்கு நன்றி செலுத்துகிறோம் கர்த்தாவே. நீர் வரப்போகிறீர் கர்த்தாவே. மணவாளனாக நீர் வரும்போது கர்த்தாவே, நாங்கள் உம்மோடு சேர்ந்து எடுத்துக்கொள்ளப்படும்படியாக, அந்த நித்திய ராஜ்யத்திற்கு நாங்கள் அவகாசிகள் ஆகும்படியாக கர்த்தாவே நீர் எங்களை கர்த்தாவே நீர் தெரிந்தெடுத்திருக்கிறீரே. அதற்காக நாங்கள் உமக்கு நன்றி செலுத்துறோம் அப்பா. இந்த நாளிலே கலந்து கொண்டதான ஒவ்வொரு பிள்ளைகளையும் உடைய பாதத்தில் நாங்கள் வைக்கிறோம் கர்த்தாவே. இந்த வார்த்தைகள், இந்த வசனங்கள் அவர்களுக்கு பிரயோஜனமாக இருக்கும்படியாக கர்த்தாவே நாங்கள் கெஞ்சி மன்றாடுகிறோம் கர்த்தாவே. யூடியூபில் கேட்டுக்கொண்டிருக்கிறதான பிள்ளைகளையும் உடைய பாதத்தில் நாங்கள் வைக்கிறோம். அதை கேட்கிறதான பிள்ளைகள் கர்த்தாவே ரட்சிப்புக்குள்ளாலே வரும்படியாகவும், நீர்தான் ஜீவனுள்ள தேவன் என்பதை அறிந்து கொள்ளும்படியாகவும் இயேசுவே நீர் கிருபை செய்யும் என்று கெஞ்சுறோம். இதன் மூலமாக அநேக ஆத்துமாக்கள் உடைய ராஜ்யத்திற்கு வந்து சேரும்படியான சூழ்நிலைகளை நீர் ஏற்படுத்தி கொடுக்கும்படியாக நாங்கள் கெஞ்சுறோம் அப்பா. இந்த நல்ல நேரத்தை நீர் எங்கள் தந்ததற்காக நாங்கள் உமக்கு நன்றி செலுத்துகிறோம். எங்கள் ஜெபம் கேட்டபடினால் உமக்கு நன்றி. எல்லாம் இயேசு கிறிஸ்து மூலம் ஜெபிக்கிறோம் எங்கள் ஜீவனுள்ள நல்ல பிதாவே. ആമേൻ 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 അമേൻ. പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഓൺലൈനിലൂടെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി. അടുത്ത ആഴ്ചയിൽ നമുക്ക് 30 മുതൽ അതിൻ്റെ 36 കൂടാതെ 4-ാം അധ്യായം 1 മുതൽ 42 വരെയുള്ള ഭാഗം കൂടെ നിങ്ങൾ ഒന്ന് വായിക്കണം. അതിനോട് തുടർന്ന് 4-ാം അധ്യായത്തിലൂടെ കയറുവാൻ ദൈവം സഹായിക്കട്ടെ. 1 to 42 അതാണ് അടുത്ത ഒരു സെക്ഷൻ, 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പോർഷൻ. അതും കൂടെ നിങ്ങൾ വായനയിൽ ഓർക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ലോർഡ്.